പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നു വിയോഗം വരും പോലെ. ഒരു കവി പാടുകയാണ്. പാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിപോക്കർ. വഴിപോക്കർ വഴിയമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ദൂരയാത്രക്കാർക്ക് തങ്ങാൻ വേണ്ടിയുള്ള വഴിയോരത്തിൽ ഉള്ള ഒരു വിശ്രമസ്ഥലം. അതാണ് പെരുവഴിയമ്പലം എന്ന് പറയുന്നത്. അങ്ങനെ യാത്രക്കാർ പെരുവഴിയമ്പലത്തിൽ വിശ്രമിച്ച് പിരിയുന്നത് പോലെയാണ് മനുഷ്യജീവിതം ഈ ഭൂമിയിൽ അത്രമാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മനുഷ്യജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈമിഷികമാണ്. നിമിഷ നേരം കൊണ്ട് അത് തീർന്നു പോകുന്നു. 50 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ ജീവിച്ചു എന്നുള്ളതല്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്ത് അവശേഷിപ്പിച്ചു എന്നുള്ളതാണ്. വരും തലമുറക്കായി നമ്മുടേതായി എന്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 പേർ സംസാരിക്കുകയാണ്. സംസാരം തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കും, എവിടുന്നാ, എന്താ പേര്, എത്ര സമ്പത്തുണ്ട് എന്ന് നിങ്ങളോട് ആരും ചോദിക്കില്ല. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന്. ഒരു ജോലിയാണ് ഉദ്ദേശിച്ചത്, അപ്പൊ ജോലി ആവാം, അല്ലെങ്കിൽ ബിസിനസ് ആവാം. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നതാണ്. കല്യാണം കഴിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മക്കളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ആ വ്യക്തിക്കൊരു ആത്മനിർവൃതി തരുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് കല്യാണം കഴിച്ചും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസകരമായ സംഭവമാണ്. ഇത്തരം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എല്ലാവർക്കും എല്ലാം ഈ ഭൂമിയിൽ കിട്ടില്ല. അപ്പോൾ കിട്ടാത്തതിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലൊക്കെ പറയുന്നത്. നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുക. മക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവരെ തീറ്റിപ്പോറ്റി നല്ല രീതിയിലൊക്കെ വളർത്തി വലുതാക്കി പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയാൽ എന്താണ് നിങ്ങൾ പറയുക? ഈ പണ്ടാരക്കാലൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പറന്നല്ലോ എന്ന് അതിൻ്റെ മാതാവ് പരിതപിക്കും. പിതാവ് ചിലപ്പോൾ അതിനേക്കാൾ രൂക്ഷമായി ചിലപ്പോൾ പ്രതികരിച്ചേക്കാം. പിതാവ് മകനെ അല്ലെങ്കിൽ മകളെ വളർത്തിയത് ഒരുപക്ഷെ എന്തെങ്കിലും ലാഭേച്ഛയോടുകൂടിയായിരിക്കാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വളർത്തുന്നുവെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അവരുടെ കാര്യം തന്നെ കഷ്ടത്തിലാണെങ്കിൽ പിന്നെ എങ്ങനെ അവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുക? ഉണ്ടെങ്കിൽ അവർ തരും, ഇല്ലെങ്കിൽ അവർ തരില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത്. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ക്ഷമയോടുകൂടി എൻ്റെ മാവും പൂക്കും എന്നുള്ള ഒരവസ്ഥയിൽ തുടരുക. ചിലപ്പോൾ
നമ്മുടെ മാവ് പൂത്തിൽ നിന്ന് വരാം. അത് വെച്ചിട്ട് അത് വെട്ടിക്കളയണ്ട. അതിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ കായ്ക്കുന്ന മാവിൻ്റെ ഒരു കൊമ്പതിൽ വെച്ച് പിടിപ്പിച്ചാൽ ഒരുപക്ഷെ നന്നായേക്കാം. അത് മാവിൽ നടക്കും. നേരെ മറിച്ച് മനുഷ്യ ജീവിതത്തിൽ അത് നടന്നേക്കില്ല. എങ്കിലും നിരാശരാകാതെ മുന്നോട്ട് പോവുക. അതുമാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.